ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ദ നെക്സ്റ്റ് വീഡിയോ. നമ്മുടെ ബിഗ് ബോസിൻ്റെ വോട്ടിംഗ് ലിസ്റ്റിൽ ആരാണ് ഏറ്റവും മുന്നിലെന്ന് നമുക്കൊന്ന് നോക്കാം. അൺഒഫീഷ്യലായ വോട്ടിംഗ് റിസൾട്ടാണ് നമ്മളൊന്ന് പറയാൻ പോകുന്നത്. 8 മത്സരാർത്ഥികളാണ് നോമിനേഷനിൽ ഉള്ളത്. അതിൽ നിന്ന് 1-2 മത്സരാർത്ഥികളായിരിക്കും ചിലപ്പോൾ പുറത്തു പോകുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മത്സരാർത്ഥി ആരാണോ അത് നിങ്ങൾ ഹോട്ട്സ്റ്റാറിൽ കയറി തന്നെ വോട്ട് ചെയ്യുക. വോട്ട് ചെയ്ത് രേഖപ്പെടുത്തി അവരെ സേഫ് ആക്കുക. നിങ്ങൾ ആർക്കാണ് വോട്ട് ചെയ്തതെന്ന് നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യുകയും കൂടെ ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് പോവാം. ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ വീഡിയോ കാണുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. 1-ാം പൊസിഷനിൽ തന്നെ നമ്മൾ നിൽക്കുന്ന അനിമോളാണ്. അനിമോൾക്ക് എത്ര വോട്ടെന്ന് വെച്ചാൽ 7589 വോട്ടുകളാണ് അനിമോൾക്ക് കിട്ടിയിട്ടുള്ളത്. അനിമോൾ നല്ലൊരു ലീഡ് തന്നെയാണ് ഇപ്പോൾ കാഴ്ചവെച്ചിരിക്കുന്നത്. 2-ാം പൊസിഷനിൽ രേണുസുതി. അവരുടെ വോട്ടെന്ന് പറഞ്ഞാൽ 7125 വോട്ടുകളാണ്. നമ്മുടെ അനിമോളുടെയും രേണുസുതിയുടെ വോട്ടുകൾ ചെറിയ വേരിയേഷൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എപ്പം വേണമെങ്കിലും അട്ടിമറി സംഭവിക്കാം. 3-ാം പൊസിഷനിൽ ജിസൈൽ തക്രാളാണ്. 3-ാം പൊസിഷനിൽ അവർക്ക് കിട്ടിയിരിക്കുന്ന വോട്ടുകളെന്ന് പറഞ്ഞാൽ 5437 വോട്ടുകളാണ് ജിസൈലിന് കിട്ടിയിരിക്കുന്നത്. അവർ നല്ലൊരു മുന്നേറ്റം തന്നെയാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. വോട്ടിന് തുടക്കത്തിൽ ജിസൈൽ ഭയങ്കര താഴെ കിടന്ന ജിസൈലാണ്. ഇപ്പോൾ ഈ 2 ദിവസമായി നല്ല രീതിയിൽ തന്നെ മുന്നേറ്റത്തിൽ ജിസൈലിൻ്റെ പോക്ക്. നമുക്കിനി അടുത്ത ആളിനെ നോക്കാം. 4-ാം പൊസിഷനിൽ ആര്യൻ കത്രികയാണ്. അദ്ദേഹത്തിന് കിട്ടിയ വോട്ടുകളെന്ന് വെച്ചാൽ 5125 വോട്ടുകളാണ്. അദ്ദേഹം നല്ല രീതിയിൽ തന്നെയാണ് മുന്നേറ്റത്തിലാണ്. എന്നാലും ആദ്യമൊക്കെ നല്ലൊരു മുന്നേറ്റത്തിൽ നിന്ന് ഇദ്ദേഹം ഇപ്പോൾ 4-ാം പൊസിഷനിലേക്ക് തള്ളിപ്പോയിരിക്കുകയാണ്. 5-ാം പൊസിഷനിലാണ് നമ്മുടെ അഡ്വക്കേറ്റ് ശൈത്യ സന്തോഷ്. അവർക്ക് കിട്ടിയിരിക്കുന്ന വോട്ടുകളെന്ന് വെച്ചാൽ 5008 വോട്ടുകളാണ് ശൈത്യ സന്തോഷിന് കിട്ടിയിരിക്കുന്നത്. ശൈത്യ സന്തോഷിന് ആദ്യം ഇത്തിരി വോട്ടുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിലും നല്ല ലീഡ് ഉണ്ടായിരുന്നെങ്കിലും പിന്നെ ഇങ്ങ് കുറഞ്ഞു പോയിട്ടുണ്ട്. ഇപ്പോൾ അത് 5-ാം സ്ഥാനത്തേക്ക് തള്ളിപ്പോയിട്ടുണ്ട്. നമുക്ക് അടുത്ത ആളിനെ നോക്കാം. 6-ാം പൊസിഷനിൽ മുൻഷി രഞ്ജിത്ത് കയറി വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന വോട്ടുകൾ എന്ന് പറഞ്ഞാൽ 3899 വോട്ടുകളാണ്. അദ്ദേഹം 7-ാം പൊസിഷനിൽ നിന്ന് കയറി വന്നിട്ടുണ്ട്. 6-ാം പൊസിഷനിലോട്ടായിട്ടുണ്ട്. ശാരിക അട്ടിമറിച്ചുകൊണ്ട് തന്നെയാണ് ഇദ്ദേഹം 6-ാം പൊസിഷനിലോട്ടായിട്ടുള്ളത്. 7-ാം പൊസിഷനിലേക്ക് ശാരിക കയറി വന്നിട്ടുണ്ട്. ശാരികയ്ക്ക് കിട്ടിയിരിക്കുന്ന വോട്ടുകൾ എന്ന് പറഞ്ഞാൽ 3886 വോട്ടുകളാണ്. ശാരിക 7-ാം പൊസിഷനിലോട്ട് തള്ളിപ്പോയിട്ടുണ്ട്. നേരത്തെ മുൻഷി രഞ്ജിത്തിൻ്റെ അടുത്തായിരുന്നു ശാരിക. ഇപ്പോൾ രഞ്ജിത്താണ്. ഇതെല്ലാം ചെറിയ ചെറിയ വോട്ടുകളുടെ വ്യത്യാസത്തിലാണ് തള്ളിപ്പോയിരിക്കുന്നത്. ഇവരും ഈ തവണത്തെ ചിലപ്പോൾ ഔട്ടായി പോകാനുള്ള ചാൻസ് ഉണ്ട്. തുടങ്ങിയപ്പോൾ തന്നെ നെവിന് വോട്ട് കുറവാണ്. നെവിന് 3006 വോട്ടുകളാണ് നെവിന് കിട്ടിയിരിക്കുന്നത്. ഇദ്ദേഹം വോട്ടിംഗ് തുടങ്ങിയപ്പോൾ തൊട്ട് ഏറ്റവും 8-ാം സ്ഥാനത്ത് തന്നെയാണ് ആ വോട്ട് കിടക്കുന്നത്. അതുകൊണ്ട് ഇദ്ദേഹം ഒരു മുന്നേറ്റം ഇതുവരെ കാഴ്ചവെച്ചിട്ടില്ല. ഇനി ഉണ്ടാകുമോ എന്ന് അറിഞ്ഞുകൂടാ. എന്തായാലും ഇദ്ദേഹം ഭയങ്കരമായ ഡേഞ്ചർ സോണിലാണ് ഇപ്പോൾ വരെ. അപ്പം ഈ വീഡിയോ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വോട്ടിങ്ങിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ തന്നെ രേഖപ്പെടുത്തുക. അപ്പോൾ ഫുൾ വീഡിയോ തന്നെ കാണുക, എനിക്ക് സപ്പോർട്ടാവും. അപ്പം താങ്ക് യു.